പ്രവാചകൻ ആ ഖുർആൻ എന്താണെന്നൊരു ലഘുവായ പരിചയപ്പെടുത്തൽ സമൂഹത്തിന് നടത്തി. അള്ളാന്റെ പ്രവാചകൻ പറഞ്ഞു, കിതാബുല്ലാഹ്, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനാണ്. ആ ഖുർആൻ എന്തെന്നറിയുമോ? ഫീഹി നബഉ മാ ഖബലകും വഖബറു മാ ബഅദകും വഹുക്മു മാ ബൈനകും ഹുവൽ ഫസ്ലു ലൈസ ബിൽ ഹസ്ൽ വമൻ തറകഹു മിൻ ജബ്ബാരിൻ ഖസമഹുല്ലാഹ് വമൻ ഇബ്തഗൽ ഹുദാ ഫീ ഗൈരിഹി അളല്ലഹുല്ലാഹ് وهو حبل الله المتين وهو الذكر الحكيم وهو الصراط المستقيم هو الذي لا يزيغ به الأهواء ولا تلتبس به الألسنة أو كما قال شفيعنا رسول الله. അള്ളാഹുവിന്റെ പ്രവാചകൻ തുടങ്ങുന്നു, കിതാബുല്ലാഹ്, അള്ളാന്റെ ഖുർആൻ എന്ന് പറഞ്ഞാൽ എന്താണ് നിങ്ങൾക്കറിയുമോ? ഫീഹി, ആ ഖുർആനിലുണ്ട്, നബഉ മാ ഖബലകും, നിങ്ങളുടെ കഴിഞ്ഞുപോയ നിങ്ങളുടെ മുൻഗാമികളുടെ, നബഉ മാ ഖബലകും, നിങ്ങളുടെ മുന്നിലുള്ള എല്ലാ പ്രശ്നങ്ങളുടെ വേണ്ട നിങ്ങളുടെ മുൻഗാമികളുടെ എല്ലാ കാര്യങ്ങളും അതിലുണ്ട്. വഖബറു മാ ബഅദകും, നിങ്ങൾക്ക് ശേഷമുള്ള കാര്യങ്ങളും സുവിശേഷവും അതിലുണ്ട്. ഇന്നലകൾ ആ ഖുർആനിന്റെ പ്രതിപാദ്യമാണ്. അലം തറ കൈഫ ഫഅല റബ്ബുക ബിആദി ഇറമ ദാതിൽ ഇമാദിൽ ലതി ലം യുഖ്ലഖ മിഥ്ലുഹാ ഫിൽ ബിലാദ്. ആദ് സമൂദ് ഗോത്രത്തെക്കുറിച്ച്, ഇന്നലകളിൽ കഴിഞ്ഞുപോയ സമൂഹത്തെക്കുറിച്ച് പരിശുദ്ധമായ ഖുർആൻ സത്യമായി പത്യമായി അവതരിപ്പിക്കുന്നുണ്ടെന്ന് വിശുദ്ധ ഖുർആൻ വീണ്ടും പറയുന്നു. വഖബറു മാ ബഅദകും, നിങ്ങൾക്ക് ശേഷമുള്ള വാർത്തകളും അതിൽ പറയുന്നുണ്ട്. നാളുകളിൽ എന്താണ് സംഭവിക്കുക, ഖിയാമത്ത് നാളിനെ കുറിച്ച്, ലോകാവസാനത്തെ കുറിച്ച്, ഈ പ്രപഞ്ചം തകരുന്നതിനെ കുറിച്ച്, ഈ ഗാലക്സികളുടെ പതനത്തെ കുറിച്ച്, ഈ നക്ഷത്രങ്ങൾ ഉതിർന്നു വീഴുന്നതിനെ കുറിച്ച്, സൂര്യൻ കത്തുന്നതിനെ കുറിച്ച്, ലോകാവസാനത്തെ കുറിച്ച്, നാളുകളെ കുറിച്ചും ഖുർആൻ സവിസ്തരമായി പ്രതിപാദിക്കുന്നുണ്ട്. മാത്രമോ ഞാൻ ചുരുക്കി പറയട്ടെ, വഹുക്മു മാ ബൈനകും, നിങ്ങളുടെ ഇടകളിൽ വർത്തമാനകാല പ്രശ്നങ്ങളുടെ പരിഹാരവും നിങ്ങളുടെ മുൻപിലുള്ള പ്രശ്നങ്ങളും ഖുർആൻ കൈകാര്യം ചെയ്യുന്നുണ്ട്. ഒരു ജനാധിപത്യ രാഷ്ട്രമാണോ? ജനാധിപത്യത്തിന്റെ ധ്വംസനം ഉണ്ടായിക്കൂടാ, ഏകാധിപത്യത്തിന്റെ പ്രവണത ഉണ്ടായിക്കൂടാ. ഖുർആൻ പറയുന്നു, വശാവിറുഹും ബിൽ അംർ, കാര്യങ്ങളെല്ലാം ജനാധിപത്യ രീതിയിലൂടെ, കൂടിയാലോചനയിലൂടെ കൊണ്ടുപോകണം. വീണ്ടും അല്ലാഹുവിന്റെ പ്രവാചകൻ ഖുർആനിന്റെ പ്രത്യേകതയെ കുറിച്ച് ഖുർആൻ പറയുന്നു. പ്രവാചകൻ പറയുന്നു, ഹുവൽ ഫസ്ലു ലൈസ ബിൽ ഹസ്ൽ, ഹുവൽ ഫസ്ലു, ആ ഖുർആൻ വലിയ സാഹിത്യത്തിന്റെ അങ്ങേ അറ്റത്ത് നിൽക്കുന്നതാണ്. ലൈസ ബിൽ ഹസ്ൽ, അതൊരു കളിതമാശയല്ല, അതൊരു വെറും വാക്കല്ല, സാഹിത്യത്തിന്റെ അത്യുന്നത സോപാനങ്ങളിലേക്ക് എത്തി നിൽക്കുന്ന വിശുദ്ധ ഖുർആൻ. വവജ്ഹു ഇജാസിഹി കൗനുഹു അലാ തബഖാത്ത് ഫസാഹതി വൽ ബലാഗ, വവജ്ഹു ഇജാസിഹി കൗനുഹു അലാ തബഖാത്തിൽ ഫസാഹതി വൽ ബലാഗ, ഫസാഹത്തിന്റെയും ബലാഗത്തിന്റെയും അങ്ങേയറ്റവും താണ്ടിച്ചെന്ന വിശുദ്ധ ഖുർആൻ ലോകത്തിലെ സാഹിത്യ തമ്പുരാക്കന്മാരെ പോലും മുട്ടുകുപ്പിച്ച സാഹിത്യത്തിന്റെ വല്ലാത്തൊരു പ്രചോദനമാണ് വിശുദ്ധ ഖുർആൻ എന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. വിശുദ്ധമായ ഖുർആന്റെ സാഹിത്യം അതൊരു വല്ലാത്ത സാഹിത്യമാണ്. അത് പക്ഷേ അറിയാവുന്നവർക്ക് അത് മനസ്സിലാക്കാൻ കഴിയും, അല്ലാത്തവർക്ക് അത് മനസ്സിലാക്കാൻ കഴിയില്ല. വിശുദ്ധമായ ഖുർആന്റെ സാഹിത്യ ഭംഗി ഒരു ഗദ്യം എന്ന പോലെ, ഒരു പദ്യം എന്നതുപോലെ മനുഷ്യന്റെ മനസ്സുകളുടെ ഉള്ളിലേക്ക് കയറി ചെല്ലുന്ന, ആരെയും അനുവാദക ഹൃദയങ്ങളെ കോൾമയിൽ പൊള്ളിപ്പിക്കുന്ന സുന്ദരമായൊരു ശൈലി, അതാണ് വിശുദ്ധമായ ഖുർആന്റെ ശൈലി. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്ന് പറഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും വലിയ സാഹിത്യത്തിന്റെ നായകന്മാര് പോലും ആ ഖുർആന്റെ അത്യനവദ്യമായ ശൈലിയുടെ മുന്നിൽ കീഴ്പ്പെട്ടു പോയി എന്നാണ്. നിങ്ങൾക്കറിയുമോ, വലീദ് ബിൻ മുഗീറ അള്ളാഹുവിന്റെ പ്രവാചകന്റെ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ സാഹിത്യത്തിന്റെ തമ്പുരാനാണ്. ആ വലീദിന് ഒരു പ്രത്യേകത കൂടിയുണ്ട്. എന്താണെന്നറിയോ? വലീദിന്റെ ഏറ്റവും വലിയ പ്രത്യേകത, ആരെയും സംസാരിച്ച് കീഴ്പ്പെടുത്താനുള്ള കഴിവ് വലീദിനുണ്ട്. നമ്മുടെ നാട്ടിൽ പറഞ്ഞാൽ, നാടൻ ഭാഷയിൽ പറഞ്ഞാൽ, നന്നായിട്ട് സോപ്പിട്ട് സംസാരിക്കും. നമ്മൾ പറയാറില്ലേ, ചില പഹയന്മാർ അവന്മാരോട് സംസാരിച്ചു കഴിഞ്ഞാൽ നമ്മൾ അവന്റെ ആളായി പോകും.
ആ രീതിയിൽ വാക്ചാതുരി കൊണ്ട് വളരെ നല്ല രീതിയിൽ സംസാരിക്കാൻ കഴിയുന്ന വലീദ് ആരോട് സംസാരിക്കുന്നുവോ ആ സംസാരിക്കുന്നവരെ തന്റെ ഭാഗത്തേക്ക് കൊണ്ടുവരാൻ ഏറ്റവും വാക്ചാതുരിയും വാക് സാമർത്ഥ്യവുമുള്ളത് അള്ളാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ ഖുർആൻ പാരായണം ചെയ്തുകൊണ്ട് കഅബാലയത്തിന്റെ ഓരത്ത് നിൽക്കുമ്പോ പ്രവാചകന്റെ ഖുർആൻ പാരായണം കേൾക്കാൻ അനേകായിരം ആളുകൾ തടിച്ചുകൂടാൻ തുടങ്ങി. എല്ലാവരും ഇസ്ലാമിനെ പുൽകാൻ തുടങ്ങി. അബൂജഹലിന് വിറല് പിടിച്ചു. അവസാനം അബൂജഹൽ വലീദിനെ സമീപിച്ചിട്ട് പറഞ്ഞു, വലീദ്, നീ മുഹമ്മദിന്റെ അടുക്കൽ പോയി ഒരു കാര്യം പറയണം. ഇനി ഒരിക്കലും ഖുർആൻ പാരായണം ചെയ്യരുത്, ആളുകൾ കേൾക്കുന്ന രീതിയിൽ ഖുർആൻ പാരായണം ചെയ്യരുത് എന്ന് നീ പറയണം. കാരണം നീ സംസാരിച്ചാൽ ആരും നിനക്ക് വഴിപ്പെടും, നീ അങ്ങനെ ഒരു മാസ്മരിക ശക്തിയുള്ളവനാ. അതുകൊണ്ട് നീ പോയി മുഹമ്മദിനോട് പറയണം. വലീദ് ബിൻ മുഗീറ അല്ലാഹുവിന്റെ പ്രവാചകന്റെ സന്നിധിയിലെത്തി. പ്രവാചകന്റെ അടുക്കലെത്തിയ വലീദ് ബിൻ മുഗീറ പ്രവാചകന്റെ അടുക്കൽ പോയി, മുഹമ്മദേ, ഞാനും നീയും ഒരേ കുടുംബക്കാരാണ്. വലീദ് ബിൻ മുഗീറ സംസാരിക്കാൻ തുടങ്ങി, മുഹമ്മദ്, ഞാനും നീയും ഒരേ കുടുംബക്കാരാണ്. നീ എന്റെ കൊച്ചാപ്പയുടെ മകനാണ്. ഞാനും നീയും ഒരേ കുടുംബത്തിന്റെ ബന്ധുക്കളാണ്. സാധാരണ സംസാരിക്കുമ്പോൾ ആമുഖം പറയുന്നത് പോലെ കുടുംബ ബന്ധം പറയാൻ തുടങ്ങി വലീദ്. അള്ളാഹുവിന്റെ പ്രവാചകനോട് സംസാരിക്കുന്നു, മോനെ മുഹമ്മദേ. പ്രവാചകന്റെ ശിരസുകളിലൂടെ തലോടി വലീദ്, പ്രവാചകന്റെ മുടിയിഴകളിലൂടെ വലീദ് തന്റെ കൈവിരലുകൾ മെല്ലെ നടത്തി. അള്ളാന്റെ പ്രവാചകനെ ഒരു കൊച്ചുമകന്റെ വാത്സല്യത്തോടെ വലീദ് സംസാരിക്കുന്നു. പ്രവാചകനൊന്നും മിണ്ടുന്നില്ല. അള്ളാഹുവിന്റെ പ്രവാചകൻ മൗനിയായി നിൽക്കുകയാണ്. വലീദ് ചോദിക്കുന്നു, മോനെ മുഹമ്മദേ, ഓ മോനെ മുഹമ്മദേ, നീ ഞങ്ങളുടെ അല്ലമീനാണ്, സാദിഖാണ്, വിശ്വസ്തനാണ് മുഹമ്മദേ. പ്രവാചകനോട് വല്ലാത്ത മാസ്മരിക ശൈലിയിൽ സംസാരിക്കുകയാണ് വലീദ്. പ്രവാചകനൊന്നും മിണ്ടുന്നില്ല. മോനെ മുഹമ്മദേ, നിന്റെ പിതാവിന്റെ കൂട്ടുകാരനായിരുന്നു. ഞാനും നിന്റെ പിതാവും തമ്മിലുള്ള ബന്ധം നിനക്കറിയുമോ? വലീദ് പ്രവാചകന്റെ മനസ്സിനെ കീഴ്പ്പെടുത്താൻ ശ്രമിക്കുകയാണ്. അള്ളാഹുവിന്റെ പ്രവാചകന്റെ നീണ്ടുതൂർന്ന താടിരോമങ്ങളിലൂടെ കൈയോടിച്ചു വലീദ്. പ്രവാചകന്റെ ശിരസിൽ തലോടുന്നു, താടിരോമങ്ങളിൽ തലോടുന്നു. പ്രവാചകന്റെ മനസ്സ് തന്റെ അടുക്കലേക്ക് ചായ്ക്കാൻ ശ്രമിക്കുന്നു വലീദ്. അള്ളാഹുവിന്റെ പ്രവാചകൻ ഒന്നും പ്രതികരിക്കുന്നില്ല, മൗനിയായി നിൽക്കുകയാ. വലീദിന് മനസ്സിലായി പ്രവാചകൻ തന്നെ അംഗീകരിക്കുന്നു. പ്രവാചകൻ തന്റെ വാക്കുകൾ വീക്ഷിക്കുന്നു. പ്രവാചകൻ തന്റെ ശരീരത്തെ ഞാൻ ഉദ്ദേശിച്ചിടത്തേക്ക് പ്രവാചകന്റെ മനസ്സ് ചായുന്നുണ്ട്. അവസാനം വലീദ് പറയുന്നു, മോനെ മുഹമ്മദേ, ഞാൻ വന്നതേതിനെന്നറിയുമോ? ഒരേ ഒരു കാര്യം നിന്നോട് പറയാനാണ്. പ്രവാചകൻ ഒന്നും മിണ്ടുന്നില്ല. മുഹമ്മദേ, പറഞ്ഞാൽ നീ നിരാകരിക്കരുത്, അരുതേ, പറ്റില്ല എന്ന് നീ പറയരുത്. പ്രവാചകൻ മൗനിയായിരുന്നു. വലീദിന് മനസ്സിലായി പ്രവാചകൻ തന്റെ മനസ്സിലേക്ക് മുഴുവനും തന്റെ അടുക്കലേക്ക് വരികയാണ്. പ്രവാചകൻ വലീദ് പറഞ്ഞു, മോനെ മുഹമ്മദ്, ഇനി ഒരിക്കലും നീ ആ ഖുർആൻ പാരായണം ചെയ്യരുതേ. ഇനി ഒരിക്കലും നീ ആ ഖുർആൻ പാരായണം ചെയ്യരുതേ മോനെ മുഹമ്മദ്. വലീദ് പറയേണ്ട താമസം, അള്ളാഹുവിന്റെ പ്രവാചകനോട് വലീദ് പറയേണ്ട താമസം. അതേവരെ മൗനിയായി നിന്നുപോയ പ്രവാചകൻ പെട്ടെന്ന് പ്രവാചകന്റെ നാവുകളെ ചലിക്കാൻ തുടങ്ങി. അള്ളാഹുവിന്റെ പ്രവാചകൻ സൂറത്തു ഹമീം സദത പാരായണം ചെയ്യുകയാ. ഹമീം തൻസീലും മിനർ റഹ്മാനിർ റഹീം കിതാബുൻ ഫുസ്സിലത് ആയാതുഹു ഖുർആനൻ അറബിയ്യാ ലിഖൗമി യഅലമൂൻ ബശീറൻ വനദീറാ ഫഅറദ അക്തറുഹും വഹും ലാ യസ്മഊൻ. അല്ലാഹുവിന്റെ പ്രവാചകൻ സൂറത്തു ഫുസ്സിലത്ത് പാരായണം ചെയ്യുന്നു. വലീദ് വല്ലാതെ എന്തോ പ്രവാചകൻ പറയുന്ന ഈ വാക്കിന്റെ മുന്നിൽ വലീദ് വയർപ്പിൽ മുങ്ങിക്കുളിച്ചു പോയി. പ്രവാചകൻ കണ്ണടച്ചുകൊണ്ട് ഖുർആന്റെ സൂറത്ത് ഫുസ്സിലത്ത് പാരായണം ചെയ്യുന്നു. അല്ലാഹുവിന്റെ പ്രവാചകന്റെ പൊൻചമ്പകപ്പൂ തേനി തളതരങ്ങളിൽ നിന്ന് ഖുർആൻ ഒരു മധുരം പോലെ ഒരു അത്യനവധ്യമായ ശൈലിയിലൂടെ ഖുർആനിന്റെ മാസ്മരീകമായ ഒടുക്കോടെ പ്രവാചകന്റെ തുണ്ടുകളിൽ നിന്ന് ഖുർആന്റെ സൂക്തങ്ങൾ ഓരോന്നോരോന്നായി നിർഗളിക്കുമ്പോ ഒന്നും മിണ്ടാൻ കഴിയാതെ വലീദ് നിൽക്കുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകൻ സൂറത്ത് ഫുസ്സിലത്ത് ഓതി അവസാനം ആദ് സമൂദ് ഗോത്രത്തിന്റെ പതനത്തെ കുറിച്ച് പറയുന്ന ഭാഗമെത്തി. അല്ലാഹുവിന്റെ പ്രവാചകൻ ഓതുന്നു, വലീദേ കേൾക്കുക. വഅമ്മാ സമൂദ് ഫഹദൈനാഹും വസ്തഹബ്ബുൽ അമാലൽ ഹുദാ ഫഅഖദതുഹുമുസ്
الملائكة وهم ينظرون. സമൂദ് ഗോത്രത്തിന് ഞാൻ സന്മാർഗത്തിന്റെ ദിശ കാണിച്ചു കൊടുത്തു. പക്ഷേ എന്റെ സന്മാർഗത്തിൽ നിന്ന് അവരെ വ്യതിചലിച്ചു. അവരോട് ഇടിനാദം കൊണ്ട് ഞാൻ തകർത്ത് കളഞ്ഞു. അവരോട് ഇടിമുഴക്കം കൊണ്ട് ഞാൻ തകർത്ത് ധരിപ്പണമാക്കി എന്നർത്ഥം വരുന്ന ആയത്തെത്തിയപ്പോ വലീദ് പേടിച്ച് വിവശനായി പോയി. വലീദ് വെറുപ്പിൽ മുങ്ങിക്കുളിച്ചു. അള്ളാഹുവിന്റെ പ്രവാചകന്റെ ഇരു കരങ്ങൾ തട്ടി മാറ്റിയിട്ട് വലീദ് ഒരൊറ്റ ഓട്ടമാണ് അബൂജഹലിന്റെ അടുക്കലേക്ക്. അബൂജഹൽ നോക്കിയപ്പോ വലീദ് ഓടിപ്പാഞ്ഞു വരുന്നുണ്ട്. അബൂജഹൽ വിചാരിച്ചു ദൗത്യം പൂർത്തീകരിച്ചിട്ട് സന്തോഷത്തോടെയുള്ള വരവായിരിക്കാം. അബൂജഹൽ വിചാരിച്ചു സന്തോഷത്തോടെ തുള്ളിച്ചാടി വരുന്നതായിരിക്കാം. അബൂജഹൽ ഓടിച്ചെന്ന് വലീദ് ബിൻ മുഗീറയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് എന്താ വലീദേ എന്ന് ചോദിക്കുമ്പോ വലീദ് അവിടെ നിൽക്കുന്നു. വല്ലാത്ത കിതപ്പോടെ വല്ലാത്ത ഏങ്ങലോടെ വേർപ്പിൽ മുങ്ങിക്കുളിച്ചു പോയ വലീദ്. അബൂജഹൽ ചോദിച്ചു, വലീദേ ദൗത്യം വിജയിച്ചോ? സന്തോഷത്തോടെ തുള്ളിച്ചാടി നീ ഓടി വരുന്നല്ലോ എന്ന് വലീദിനോട് ചോദിക്കുമ്പോ അള്ളാഹുവിന്റെ പ്രവാചകന്റെ അടുക്കൽ നിന്ന് ഓടിപ്പോയ വലീദ് അബൂജഹലിനോട് പറഞ്ഞു, പത്രേ അബൂജഹലേ, ഇനി ഒരിക്കലും നീ എന്നെ മുഹമ്മദിന്റെ അടുക്കലേക്ക് പറഞ്ഞു വിടരുത്. മുഹമ്മദിന്റെ അടുക്കലേക്ക് എന്നെ പറഞ്ഞു വിടരുതേ. ഞാൻ മുഹമ്മദിനോട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോ മുഹമ്മദ് ചില വാക്കുകൾ പാരായണം ചെയ്തു സല്ലല്ലാഹു അലൈഹി വസല്ലം. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ചില വാക്കുകൾ പാരായണം ചെയ്തു. അല്ലാഹുവിന്റെ ദീനിന്റെ കൊടിയ ശത്രു വലീദ് പറയുകയാ, വല്ലാഹി പടച്ച തമ്പുരാനെ തന്നെയാണ് സത്യം. ഇന്നഹു ലഹലാവ ഇന്നഹു ലതലാവ ഇന്നഹു യഅലാ ലാ യുഅലാ. അള്ളാഹുവിന്റെ പ്രവാചകനോട് ആ വാക്കുകൾ കേട്ട് വലീദ് പറയുന്നു, വലീദ് പറയുന്നു, അബൂജഹലേ, ഞാൻ പ്രവാചകന്റെ അടുക്കൽ നിന്ന് കേട്ട വാക്കുണ്ടല്ലോ, വല്ലാഹി പടച്ച തമ്പുരാനെ തന്നെയാണ് സത്യം. ഇന്നഹു ലഹലാവ. ആ കേട്ട വാക്കുകൾക്ക് എന്തോ ഒരു മാധുര്യമാണ്. ആ മുഹമ്മദ് ഓതിയ വചനങ്ങൾക്ക് എന്തോ ഒരു മാധുര്യമാണ്. ഇന്നഹു ലതലാവ. ആ വാക്കുകൾക്ക് എന്തോ ഒരു ശൈലിയാണ്, എന്തോ ഒരു ഒഴുക്കാണ്. അത് കേൾക്കാൻ എന്തോ ഒരു ഇമ്പമാണ്. അബൂജഹലേ ഒന്ന് ഓർത്തുകൊള്ളുക, ഇന്നഹു യഅലാ ലാ യുഅലാ. ആ ഖുർആനെ ജയിക്കുകയുള്ളൂ, അതിനെ അതിജയിക്കാൻ നമുക്ക് കഴിയില്ല. അബൂജഹലേ, ഇന്നഹു യഅലാ. ആ ഖുർആൻ എന്നും വിജയിക്കുക തന്നെ ചെയ്യും. ആരൊക്കെ എതിർത്താലും അബൂജഹലേ അതിനെ അതിജയിക്കാൻ കഴിയില്ല. 14 നൂറ്റാണ്ട് മുമ്പ് മക്ക മണലാരുണ്യത്തിന്റെ മണൽത്തരികളെ സാക്ഷി നിർത്തി വലീദിന് മുഗീറയുടെ വാക്കുകൾ ലോകം കേൾക്കുമ്പോ ആ ഖുർആനെ ജയിക്കുകയുള്ളൂ, അതിനെ അതിജയിക്കാൻ ലോകത്തൊരു ശക്തിക്കും സാധ്യമല്ലെന്ന് വരുമ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഗ്വാണ്ടനാമോ തടവറകളിൽ പാവപ്പെട്ട അഫ്ഗാനി മുജാഹിദുകളെ, പാവപ്പെട്ട ഇറാഖിലെ മുസ്ലിമീങ്ങളെ അവര് നെഞ്ചോട് ചേർത്തൊരു മാണിക്യത്തെ പോലെ സൂക്ഷിക്കുന്നവരുടെ പ്രിയപ്പെട്ട ഖുർആനിനെ പന്നിമാംസം കൊണ്ട് പന്നിക്കാട്ടം കൊണ്ട് ബലീവസമാക്കാനും ആ ഖുർആനിന്റെ മുന്നിൽ പാവപ്പെട്ട അഫ്ഗാനി മുജാഹിദുകളെ കൊണ്ട് മൂത്രമൊഴിപ്പിച്ചിട്ട് സ്വന്തം കാലിന്റെ കീഴിലിട്ട് അവരുടെ നേരെ ബയണറ്റുകൾ ചൂണ്ടി നിന്നിട്ട് കാലിന്റെ അടിയിൽ വെച്ച് ഖുർആൻ ചവിട്ടി മെതിക്കാൻ പറയുമ്പോ ജീവനിലുള്ള കൊതി കൊണ്ടവരങ്ങനെ ചെയ്തു പോകുമ്പോ ഓർത്ത് വിളിക്കുന്ന അമേരിക്കക്കാരാ, അള്ളാഹുവിന്റെ ഖുർആനിനെ ഏതൊക്കെ പന്നിക്കാട്ടം കൊണ്ട് മരീവസമാക്കിയാലും ആരെക്കൊണ്ട് മരീവസമാക്കപ്പെട്ടാലും ഖുർആനിന്റെ മുകളിൽ മൂത്രമടിച്ചാലും ആരൊക്കെ അതിനെ തകർക്കാൻ ശ്രമിക്കുമ്പോഴും ഖുർആനിനെ കുറിച്ച് പഠിച്ചപ്പോൾ എനിക്ക് വീണ്ടും വീണ്ടും പഠിക്കാൻ തുടങ്ങി എന്ന പഠിക്കാൻ തോന്നി എന്ന ഹിലാരി ക്ലിന്റന്റെ വാക്കുകളും ഇനി യൂറോപ്പിൽ ഖുർആനിനാണ് അവസരമെന്ന ചാൾസ് രാധകുമാരന്റെ വാക്കും കേൾക്കുമ്പോ ബക്കിംഹാം കൊട്ടാരത്തിന്റെയും വൈറ്റ് ഹൗസിന്റെയും കരിങ്കൽ ഭിത്തികളെ തകർത്തെറിഞ്ഞുകൊണ്ട് പരിശുദ്ധമായ ഖുർആനിന്റെ വാക്യങ്ങൾ പറന്നു ചെല്ലുന്നതിന്റെ ചിറകടി ശബ്ദമാണ് കേൾക്കുന്നതെങ്കിൽ 14 നൂറ്റാണ്ട് മുമ്പ് വലീദ് പറഞ്ഞ വാക്ക് അതേപടി പ്രാവർത്തികമാക്കുമായി 21-ാം നൂറ്റാണ്ടില് ഇന്നഹു യഅലാ. ആ ഖുർആനെ ജയിക്കുകയുള്ളൂ, വലാ യുഅലാ. അതിനെ അതിജയിക്കാൻ ലോകത്തൊരു ശക്തിക്കും സാധ്യമല്ലെന്ന് സാക്ഷാൽ വലീദ് പോലും പറഞ്ഞു പോയ വിശുദ്ധ ഖുർആൻ. വലീദ് എന്ന് പറയുന്ന സാഹിത്യ തമ്പുരാൻ പറഞ്ഞു, ഇന്നഹു ലഹലാവ. ആ ഖുർആനിന് എന്തോ ഒരു മാധുര്യം, ആ ഖുർആനിന് എന്തോ ഒരു മാധുര്യം. സഹോദരങ്ങളെ, അത് ഓതുകയും അതിനെ അനുസരിച്ച് മനസ്സിലേക്ക് അതിനെ ആവാഹിച്ചെടുക്കുന്നവർക്ക് ആ മാധുര്യം മനസ്സിലാകൂ. അല്ലാതെ ഖുർആനുമായി ജീവിതത്തിൽ ഇതേവരെ ഒരു ബന്ധവുമില്ലാത്ത ആളുകൾക്ക് ആ ഖുർആന്റെ മാധുര്യം മനസ്സിലാവില്ല. മനസ്സിലാവോ? ഇവിടെ വയല് തുടങ്ങുന്നതിനു പോലെ സുന്ദരമായ ശൈലിയിൽ ഖുർആൻ പാരായണം കേട്ടു. അത് കേട്ട ആളുകൾക്ക് എത്ര പേർക്ക് അതിനെ കുറിച്ചുള്ള മാധുര്യം മനസ്സിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്?
സാധാരണ വയലിന് പോയാൽ കാണണ പാട്ട് വേറെ പാട്ടാണ്. ഇവിടെ ഏതായാലും അതുണ്ടായില്ല. സാധാരണ പള്ളിയുടെ മുറ്റത്ത് വയല് വെക്കും. എന്നിട്ട് പള്ളിയിൽ മഗ്‌രിബ് നമസ്കാരം നടക്കുന്ന സമയത്ത് വയലിന്റെ അനൗൺസ്മെന്റ് കാസറ്റ് ഇടും. ഇവിടെ ഏതായാലും ഖുർആൻ പാരായണ കേട്ടത്, അൽഹംദുലില്ലാ, കുഴപ്പമില്ല. അത് ഉസ്താദിന്റെ നിർദ്ദേശമാണെന്ന് തോന്നുന്നു. അല്ലാഹു ദീർഘായുസ്സ് നൽകട്ടെ.